ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ ഇച്ചിരി ലേറ്റ് ആയാലും ന്യൂ ഇയറിന് മുന്നേ പറയണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് രാവിലത്തെ കാപ്പിയും വിഭവങ്ങളും. കപ്പയും നല്ല എല്ലുകറിയും ബീഫും ചായയും ഒക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിലുള്ളതുപോലെ തന്നെ ഡബ്ലിനിൽ ഇവർക്കും ഉണ്ട് കേട്ടോ 2 മുയൽ. നല്ല ഭംഗിയുള്ള 2 മുയലാണ്. അവർക്കൊരു ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു. പിന്നെ ഇനി ഉച്ചക്കത്തേക്കിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുക്കളയിൽ. നല്ല പോർക്ക് ഉലർത്തിയതുണ്ടായിരുന്നു, ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു. മൊത്തം ഒരു നോൺ വെജ് മയമാണ്. നോയമ്പെടുത്തതിൻ്റെ ക്ഷീണമൊക്കെ ഇന്നത്തെ ഇടം കൊണ്ട് തീരുമെന്നാണ് തോന്നുന്നത് കേട്ടോ എല്ലാവർക്കും. ഇപ്പം നമ്മളുടെ 2 ഫാമിലിയെ കൂടാതെ ഒരു ഫാമിലിയും കൂടെ നമ്മുടെ ഒപ്പം ജോയിൻ ആകാറുണ്ട്. ജിഷയുടെ ലിൻഡോ ചേട്ടൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ് കേട്ടോ. പാചകമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം അവസാനത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ കൊത്തുപണികളാണ് കേട്ടോ. ഷെഫിൻ്റെ വക എല്ലാപ്പോഴും ഉള്ളതുപോലെ തന്നെ ഇത്തവണത്തെ കൊത്തുപണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസിന് പിന്നെ എന്തെങ്കിലും ഒരു മധുരം കൂടെ വേണം, അത് നിർബന്ധമല്ലേ. അപ്പം ജിഷ തലേന്നേ ഒരു ഡെസേർട്ടൊക്കെ റെഡിയാക്കി വെച്ചു. ഞാനതിന് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പം എന്താ ഞാൻ പറഞ്ഞ നമ്മുടെ അടുത്ത ഫാമിലിയും കൂടെ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാചകം ഒരു കലയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം പറയേണ്ട കാര്യം കൂടെ തന്നെയാണ് കേട്ടോ ഈ ഉണ്ടാക്കിയ വിഭവങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. എല്ലാവരും മേശയ്ക്ക് ചുറ്റും കഴിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ അത് മേശയിൽ ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെക്കുക എന്നുള്ളത് പാകം ചെയ്യുന്ന ആൾക്കാർക്കും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നവർക്കും ഒരേപോലെ സന്തോഷം തോന്നുന്ന ഒരു സമയമാണ് കേട്ടോ. നമ്മൾ ഈ മേശയ്ക്ക് ചുറ്റും വന്നിരിക്കുമ്പോഴത്തേക്കിന് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ഇതേപോലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഭക്ഷണങ്ങളെല്ലാം റെഡി ആയിരിക്കുന്ന കാണുന്നത്. അങ്ങനെ തന്നെ നമ്മളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മക്കളെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്തവണയും ആദ്യം കഴിക്കാൻ ഇരുത്തിയേക്കുന്നത്. അപ്പം ഇവർ ഭയങ്കര ബിസി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർക്ക് കഴിച്ചെഴുന്നേറ്റിട്ട് വേണം ബാക്കി കളികളൊക്കെ പ്ലാൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഈ വർഷത്തെ ക്രിസ്മസ് നമ്മളുടെ ഓർമ്മയിൽ എന്നും കാണും കേട്ടോ. തലേന്ന് രാത്രിയിൽ പാതിരാ കുർബാന കൂടിയതും തിരിച്ചു വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് നൊയമ്പ് വീടിയതും പിറ്റേന്ന് രാവിലത്തെ കപ്പ വേവിച്ചതും എല്ലുകറിയും വേണ്ട ഈ പറഞ്ഞ പോലെ ഉച്ചക്കത്തെ വിഭവസമൃദ്ധമായ ക്രിസ്മസ് വിരുന്നും അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇത്തവണത്തെ ക്രിസ്മസ് അങ്ങ് കളറാക്കിയിട്ടുണ്ട്. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു ചൂട് കട്ടൻ കാപ്പിയുമായിട്ട് എല്ലാവരും വീണ്ടും മേശയ്ക്ക് ചുറ്റും കൂടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രധാന വിഷയങ്ങളെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം ദിലീപിൻ്റെ സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ ചർച്ചയ്ക്ക് ഒടുവിൽ എല്ലാവർക്കും പിരിയാൻ നേരമായി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.